ആപ്കി അദാലത്തിൽ സിംഗറും കമ്പോസറുമായ കൈലാഷ് ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു നന്ദിയില്ലാത്ത വ്യക്തിയാണ് എന്നുള്ളതാണ്. കൈലാസ് സാർ, താങ്കൾക്ക് സിനിമാ പാട്ടുകളൊക്കെ പാടി പ്രശസ്തി ലഭിച്ചു. അങ്ങനെ പണം ലഭിച്ചു, പ്രശസ്തി ലഭിച്ചു, സിനിമാ പാട്ടുകൾ കാരണം താങ്കൾ പ്രശസ്തിയിലായി. പക്ഷേ അങ്ങനെ വിജയം നേടിയതിനു ശേഷം താങ്കൾ പറയുന്നു സിനിമാ പാട്ടുകളൊക്കെ വെറും ചാറ്റ് മസാലകളാണെന്ന്, കിച്ചടി പോലെ ആവശ്യമില്ലാത്ത ഒന്നാണെന്നും പറഞ്ഞു. അതായത് സാർ, ഞാൻ പോയത് ആൽബം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആൽബംസിനകത്തും സംസ്കാരപൂർണമായ ഗാനങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. കാരണം സിനിമാ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള വിഷയങ്ങളുടെ ഒരു മിക്സ്ചറാണ്. സോ അതുപോലെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ പടങ്ങളിലൊക്കെ ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ട്, വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പാടുന്നുണ്ട്. ഞാൻ ഏത് പാട്ട് പാടിയാലും അതൊക്കെ ഹിറ്റാവുകയാണ്. അതെത്രമാത്രം ഹിറ്റാവുമെന്ന് വെച്ചാൽ ഒരു പാട്ട് 100 പാട്ടുകൾക്ക് സമമായിരിക്കും. അതൊക്കെ താനെ നടക്കുന്നു. ഈ സിനിമാ പാട്ടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നതൊക്കെ നല്ല നല്ല പാട്ടുകളാണ്. അതിൻ്റെ മീനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ മോട്ടിവേഷണൽ ആയിരിക്കും. പിന്നെ എനിക്ക് ശിവന്റെ പാട്ടുകളൊക്കെ ഒരുപാട് കിട്ടാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഞാൻ സൗത്തിൽ പാടുന്ന പാട്ടുകളൊക്കെ ഒരുപക്ഷെ ഞാൻ പാടിയെന്ന് തന്നെ വെച്ചോ, ഒരു 100 പാട്ടുകൾ തെലുങ്കിലും കന്നഡയിലും തമിഴിലും, അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60 പാട്ടെങ്കിലും മുഴുവനായിട്ടും ശിവഭഗവാനെ പറ്റിയുള്ളതായിരിക്കും. അതൊക്കെ താനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് നന്ദികേടല്ലേ? ഇത്രയും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രി തന്നിട്ടും താങ്കൾ ചാറ്റ് മസാല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അതെ, ഇപ്പോ ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അതായത് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല സാർ. അങ്ങനെ ഒളിച്ചോടാനൊന്നും സാധിക്കില്ല. കാരണം ഓടി ഓടി ഒരു ജന്മം ഞാൻ ജീവിച്ച് കഴിഞ്ഞു. ഇനിയുള്ള ഈ ജന്മമെങ്കിലും കുറച്ച് സ്ഥിരതയോടെ ജീവിക്കണം. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാരതത്തിനകത്ത് എങ്ങനെയുള്ള സംഗീതമാണ് ഉള്ളതെന്ന് വെച്ചാൽ ഓരോ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും കേട്ട് പാടി എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. അത് നമ്മൾ ഫോക്ക് മ്യൂസിക് എന്നാണ് വിളിക്കുന്നത്. അതായത് നാടൻ പാട്ടുകൾ. അതായത് ഈ നാടൻ പാട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ എത്ര കാലമായി ഉണ്ടാവും സാർ? ഒരു 100-105 വർഷം അത്രയല്ലേ ഉള്ളൂ. സിനിമ ഉണ്ടാവുന്നതിന് മുന്നേയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സിനിമയ്ക്ക് മുന്നേയും ഇവിടെ സംഗീതം ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള സംഗീത രീതികൾ നമ്മുടെ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ക്ലാസിക്കൽ മ്യൂസിക് തന്നെ ശരിക്കും ഒരു ഫോക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അത് നാടൻ പാട്ടിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. നാടൻ പാട്ടുകളുടെ മഹത്വം എന്താണ്? അത് വെറും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല. अरे देने वाला राम दिलाने वाला राम, अरे राम ही पार लगावेंगे। आज मैं तो राम ही राम भजूरी मेरे राम, राम ही पार लगावेंगे। लियारी माई भिक्षा, देने वाला राम दिलाने वाला राम, രാം ഹി പാർ ലഗാവേംഗെ ലിയാരി മൈ ഭിക്ഷ. ഭിക്ഷ ചോദിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ രൂപത്തിലാക്കിയിരിക്കുകയാണ്. മോറൽ, നിന്നിൽ അഹങ്കാരം ഇല്ലാതിരിക്കട്ടെ, എന്നിൽ അപകർഷതാബോധവും ഇല്ലാതിരിക്കട്ടെ. എനിക്കും ജീവിക്കണം, നിങ്ങൾക്കും ജീവിക്കണം. നിങ്ങൾ എല്ലാം ദാനം ചെയ്ത് ശീലിച്ച ഒരാളും ഞാൻ സ്വീകരിച്ചു മാത്രം ശീലിച്ച ആളും. പക്ഷേ നൽകുന്നത് ശരിക്കും ഈശ്വരനാണ്. ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, അതേസമയം ഒരു പാട്ടുമാണ്. ഈ പാട്ടുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി? നമ്മളെല്ലായ്പ്പോഴും പടങ്ങളെ മാത്രം മാർക്കറ്റിംഗ് ചെയ്യുകയാണ്. പടങ്ങളുടെ മേലെ മാത്രം നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നമ്മുടെ കൾച്ചറിന് എന്ത് സംഭവിക്കും? പറയൂ. യഥാർത്ഥ ജീവിത തത്വങ്ങളെ നമ്മൾ എന്നും പ്രിസർവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആത്യന്തികമായ യാഥാർത്ഥ്യങ്ങൾ, അതായത് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സത്യസന്ധത, ഇതെല്ലാം എന്നും നിലനിൽക്കും. അതാണ് മഹത്തരമായത്. മനുഷ്യരപ്രത്യക്ഷമായിക്കോളും. പടവും ഇന്ന് വരും, നാളെ പോകും. ഒരുപാട് പടങ്ങളുടെ ഒരുപാട് കഥകളുണ്ട് സാർ. ഒരു പടം എടുത്ത കുടുംബങ്ങൾക്ക് ചിലപ്പോൾ വലിയ പ്രശസ്തിയൊക്കെ വന്നു ചേർന്നിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ അവരുടെ അവസ്ഥ പരിതാപകരമാവും. ഇങ്ങനെയാണ് ഈ അവസ്ഥകൾ മാറുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകം എന്തിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്? ഇതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു മോശം ലോകമാണെന്നല്ല, നല്ല ലോകം തന്നെയാണ്. എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, സമൂഹത്തിൽ അവരുടേതായ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും മീനിങ് ഫുള്ളായ ചില കാര്യങ്ങളുണ്ടല്ലോ. കാരണം ചെറിയ പ്രായം മുതൽ ഞാനങ്ങനെ പടങ്ങളൊന്നും കണ്ടു വളർന്ന ഒരാളല്ല. മീനിങ് ഫുള്ളായിട്ടുള്ള പടങ്ങൾ രജത് സാർ വളരെ കുറച്ച് മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ. ടൈം പാസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റിയുള്ള പടങ്ങൾ ഒരുപാട് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും പോരാ, ഫോക്ക് മ്യൂസിക്കിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. ഫോക്ക് മ്യൂസിക് എങ്ങനെയാണ് വളരുക? നോൺ ഫിലിം മ്യൂസിക്കിലൂടെയാണ് വളരുക. ഇപ്പോ പുറത്തിറങ്ങുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഈ മുള്ളു കുത്തുന്നു,
തോട്ടത്തിൽ പൂ വിരിയുന്നു, ഇങ്ങനെയൊക്കെ പല റീമിക്സുകളും പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല പല വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന പാട്ടുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വളരെ ഷാലോ ആയിട്ടാണുള്ളത്. അതിനിടയ്ക്കാണ് ഒരു പാട്ട് ഇറങ്ങിയത്. तुझे जीत जीत हारूं, ये प्राण प्राण वारूं, ऐसे मैं निहारूं, तेरी आरती उतारूं, तेरे नाम से जुड़े हैं सारे नाते. താങ്കൾ വാക്കുകളെക്കുറിച്ചാണ് പറയുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. മീക്ക പാടുന്നു, അതായത് मुझे सोने न दे सारी रात, താങ്കൾ എന്താണ് പാടുന്നത്? जागू मैं सारी सारी रात. അതായത് ഈ കാര്യം എന്തുകൊണ്ടാണ് വേറെ രീതിയിലുള്ളതെന്ന് വെച്ചാ, ഞാൻ പാടിയ ജാഗുമേ സാരി സാരി രാത്ത് എന്നൊരു പാട്ടുണ്ടല്ലോ, അതിനകത്ത് അതിൽ വരുന്നൊരു വരി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഒരു ലൈൻ भूल ഉണ്ടാവും. गई सजना मैं संवरना, रंग पड़ा मेरा फीका, और भाए कोई संग ना, आजा वरना भुगत न फल करनी का, तड़प तड़प के बिलप बिलप के खो दूंगी जब प्राण, तो सुर्गा में होगी मुलाकात. അവിടെയും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. സോ ഞാൻ ഇങ്ങനെയുള്ള വരികളാണ് അധികവും കേട്ടുകൊണ്ട്. താങ്കൾ എങ്ങനെയാണ് പാടുന്നതെന്ന് ഞാനിപ്പോൾ പറയാം. താങ്കളുടെ ഒരു പാട്ടുണ്ട്. तेरी शर्ट का मैं बटन हो गया, तेरे बालों का क्लिप हो गया, और तेरी आंखों का लाइनर हो गया. രജത് സർ, ഈ പാട്ട് എഴുതിയത് വേറെ ഏതോ ഒരാളാണ്. അതുപോലെ തന്നെ മ്യൂസിക്കും വേറെ ആരോ ആണ്. ഇതൊക്കെ പടത്തിൽ വരുന്ന പാട്ടുകളാണ്. ഒരുപാട് തവണ ഈ പാട്ടൊന്നും പാടാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പാട്ടുകളൊക്കെ വളരെ ഹിറ്റായിരുന്നു. പിന്നെ കോൺസേർട്ടിലൊക്കെ ഈ പാട്ടൊക്കെ പാടാൻ ഒരുപാട് പേര് പറയാറുണ്ട്, ഒരുപാട് തവണ. പക്ഷേ അപ്പോഴൊന്നും ഈ പാട്ട് എനിക്ക് അവിടെ പാടാൻ സാധിക്കാറില്ല. കാരണം ഇതൊന്നും ഞാൻ പൊതുവെ പാടി നടക്കാറില്ല. ആ റെക്കോർഡിംഗ് റൂമിൽ വെച്ച് മാത്രമേ പാടിയിട്ടുള്ളൂ. ഇത് മൂവി കമ്പോസ് ചെയ്യുന്നവർ പറയുന്നതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൈലാഷ് ഖേറിനോട് റൊമാൻസ് പാട്ടൊക്കെ പാടാൻ പറഞ്ഞ അതിലും അദ്ദേഹം ദൈവം, പൂജ, ആർത്തി, ദൈവം ഇതിനെയൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അതായത് രജത് സാർ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ, ശാശ്വതമായ സ്നേഹം, ശാശ്വതമായ സത്യം, ഇതൊക്കെ എന്നും നിലനിൽക്കും. ബാക്കിയൊക്കെ വെറും മായയാണ് സർ. നോക്കൂ സർ, ഈയിടെയായിട്ടൊക്കെ നമ്മൾ എങ്ങനെയുള്ള ന്യൂസുകളൊക്കെയാ കാണാറ്. ന്യൂസ് ചാനലിലായാലും പേപ്പറിലായാലും ബന്ധങ്ങളിൽ പോലും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബന്ധങ്ങൾക്കകത്ത് പരസ്പര വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. സോ ഇതിനൊക്കെ ഇടയിൽ നമ്മൾ ദൈവത്തോട് ഒരല്പം സ്നേഹം കാണിച്ചാൽ പിന്നെ മനുഷ്യന്റെ ജീവിതം ഒരല്പം സമാധാനപൂർണ്ണമായിരിക്കും. അത്രയേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. സാർ, ഇത് ഞാൻ വേണേ അംഗീകരിക്കാം. പക്ഷേ പാടുന്ന എല്ലാ പാട്ടിലും മരണത്തെക്കുറിച്ച് എന്തിനാണ് പറയുന്നത്? ഒരു പാട്ടിൽ താങ്കൾ പാടിയിരിക്കുകയാണ്, छूले मुझे आराम से मैं मर जाऊं, അതെ, നിന്റെ പേര് പറഞ്ഞു तेरे नाम से जुलू, तेरे नाम से मर जाऊं. സർ, മരണമാണ് ജീവിതത്തിന്റെ ആദ്യത്തെ പടിയെന്ന് പറയാം. മരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറുണ്ട്, पंडित जी, जो दाना मिट्टी में गलता है एक दिन वही फलता है. അഴുകിത്തീരാൻ ആർക്കും താല്പര്യമില്ല, ഫലങ്ങളായിട്ട് മാറണം. എല്ലാവർക്കും ചന്ദ്രനിൽ പോകണമെന്നുണ്ട്, പക്ഷെ മരിക്കണമെന്നില്ല. അനുഭവിച്ചാലല്ലേ എല്ലാം അറിയാൻ പറ്റൂ. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, ദൈവം എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക, നിങ്ങൾക്ക് റോക്കറ്റ് തന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന്. റോക്കറ്റ് തന്നത് എന്തായാലും വളരെ നന്നായി, അത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ പുറകിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എത്രമാത്രം ആളി കത്തുന്നുണ്ട്. സോ ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ മരിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ യഥാർത്ഥ രുചി നിങ്ങൾക്കറിയാൻ സാധിക്കില്ല. ഒരാൾ ഒന്നും തന്നെ ചെയ്യാതെ, ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ, കഷ്ടപ്പെടാതെ എന്തെങ്കിലുമൊക്കെ നേടിയാൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അയാൾക്കൊരിക്കലും അതിന്റെ വാല്യൂ മനസ്സിലാവില്ല. അതൊരിക്കലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. താങ്കൾ എവിടെയാണ് വാല്യൂ നൽകുന്നത്? ബാഹുബലി പാടാൻ വേണ്ടി താങ്കളെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അത് ഏത് പടമാണ്, അത് എങ്ങനെയുള്ള പടമാണെന്ന് ഒന്നും താങ്കൾക്ക് അറിയില്ല. എത്ര വലിയ മ്യൂസിക് ഡയറക്ടറാണ് അതിന്റെ. സാർ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചും അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചും ഈ ഒരു വാക്ക് ഞാൻ പറയുകയാണ്. അത് എന്താണെന്ന് വെച്ചാ, എനിക്ക് ഈ സിനിമയൊന്നും ചെറുപ്പം മുതലേ അത്ര കണ്ട് ശീലമില്ലാത്തതാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമകളോട് അത്രയ്ക്ക് താല്പര്യം ഇല്ല. ഞാൻ പാടാൻ പോകുമ്പോഴൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാ, ആ പാട്ട് വളരെ നന്നായിരിക്കണം, അതുപോലെ തന്നെ പേയ്മെന്റും നന്നായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഞാൻ പാടിയിട്ട് തിരിച്ചു പോരും. അതിൽ പാവം ചിലരുടെയൊക്കെ പടങ്ങൾ പുറത്തിറങ്ങുന്ന പോലുമില്ല, ചിലത് ഇറങ്ങിയാലും ഓടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇവർക്കൊക്കെ നല്ലത് മാത്രം വരുത്തണേ എന്ന്. പാവം, അവരൊക്കെ വളരെ എക്സൈറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ, ഒരുപാട് ഫോട്ടോ എടുത്തു, സംസാരിക്കുകയാണ്. സോ അവരൊക്കെ ഉറപ്പായിട്ടും ജയിക്കണം. ബാഹുബലി സിനിമയ്ക്ക് വേണ്ടി ഞാൻ പാടാൻ പോയപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇതേതോ ഒരു സൗത്ത് ഇന്ത്യൻ പടമാണ്, മാത്രമല്ല ദൈവത്തിന്റെ വലിയ സ്തോത്രമൊക്കെ എന്നെ കൊണ്ട് പാടിക്കുന്നുണ്ട് എന്ന് എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. അതായത് എല്ലാ നല്ല കാര്യങ്ങളും പൊതുവെ സൗത്തിലാണ് തുടങ്ങാറ്. കുട്ടിക്കാലം മുതലേ ഞാൻ പാടുന്നൊരു പാട്ട് തന്നെ,
അതെന്നെ കൊണ്ട് ഇവർ പാടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏതൊരു സൗത്ത് പടമാണെന്ന് മാത്രമേ അറിയായിരുന്നുള്ളൂ. ഇതൊന്നും ഇന്ത്യയിലൊന്നും ഒരിക്കലും റിലീസ് ആവാൻ പോകുന്നില്ല. എന്തായാലും പടവും പാട്ടും നന്നായിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ അറിയപ്പെടാതെ അങ്ങ് പോവും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ അടുത്ത ദിവസം എനിക്ക് ഒരു അമേരിക്കൻ ടൂർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു തെലുഗു റേഡിയോയുടെ ഇന്റർവ്യൂവിൽ വെച്ച് എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ബാഹുബലിയിലെ ഒരു പാട്ട് പാടിയിട്ട് വന്നിരിക്കുകയാണല്ലോ, ഇത് 5 ഭാഷകളിലായിട്ട് പുറത്തിറങ്ങുകയാണ്, ഹിന്ദിയിലും റിലീസാവാൻ പോവുകയാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത് തന്നെ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ഇറ്റ് ഈസ്. ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സർ. എൻ്റെ ദൈവമേ, ഇത് ബാഹുബലി മൂവിയാണല്ലോ, വളരെ ബ്രഹ്മാണ്ഡമായ മേക്കിംഗ് ആണ്, അതിനകത്ത് ഞാൻ പാടിയ പാട്ടുമുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതായത് കബീർ, എൻ്റെ മകൻ, അവൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ സിനിമ കാണാൻ പോയി. ഞാൻ അവനോട് പറഞ്ഞു, ഈ പടം നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് കാണാമെന്ന്. അല്ലാതെ വേറെ പടങ്ങളൊന്നും ഞാൻ അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷേ സിനിമ ഫീൽഡിൽ എപ്പോഴും ഒരു കംപ്ലൈന്റ് ഉണ്ട്. സിനിമ കാരണമാണ് താങ്കൾക്ക് ഇത്രയും പ്രശസ്തി ലഭിച്ചത്, ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നത്, എന്നിട്ടും താങ്കൾ സിനിമാക്കാരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. സിനിമയിൽ വല്ല പാർട്ടിയും നടന്നാൽ കൈലാഷ് ഖേർ അവിടെ പോയില്ല, അവാർഡ് ഫംഗ്ഷൻ നടന്നാലും കൈലാഷ് ഖേർ അവിടേക്ക് പോയില്ല. ഇത് താങ്കൾക്ക് തെറ്റായിട്ട് തോന്നിയില്ലേ? രജത് സർ, നിങ്ങൾ ഈ പ്രകൃതിയിലെ അത്ഭുതങ്ങളൊന്നും നോക്കൂ. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് കോൾ വന്നാൽ ഞാൻ ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഞാൻ വളരെ അച്ചടക്കത്തോടു കൂടി ജീവിച്ചു പോവുകയാണ്. ദൈവമേ, നീ എനിക്ക് പല കഴിവുകളും തന്നിട്ടുണ്ടെങ്കിലും സമയം മാത്രം തന്നില്ല. തുടക്കകാലത്ത് എൻ്റെ നേരം ശരിയല്ലായിരുന്നു, ഇപ്പം എനിക്കൊന്നിനും നേരമില്ല. വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷാറൂഖ് ഖാന്റെ ഒരു സിനിമയിൽ താങ്കളെ അദ്ദേഹം പാടിപ്പിച്ചിരുന്നു. പിന്നെ അതേ പാട്ട് തന്നെ മറ്റൊരു സിംഗറെ കൊണ്ടും പാടിപ്പിച്ചു. അത് ശരിയാണോ? അത് തുടക്കകാലത്തൊക്കെ നടക്കുന്നതാണ്. ആ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ആ കോൾ ഷാറൂഖ് ഖാനിൽ നിന്ന് വരുന്ന ഒന്നല്ല. അദ്ദേഹം വലിയൊരാളായതുകൊണ്ട് ഓരോ ന്യൂസും ആ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നു. അദ്ദേഹത്തെ അതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടാവില്ല. ആരാണ് പുതുതായിട്ട് പാടിയത്, ആരാണ് റിപ്ലേസ് ചെയ്യപ്പെട്ടത്, ഇതൊക്കെ മ്യൂസിക് ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇവർക്കൊക്കെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അവരെ വലിച്ചെടുക്കാൻ പാടില്ല. തുടക്കത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അത് നടക്കേണ്ടതാണ്. പക്ഷെ താങ്കൾ ഇങ്ങനെയും പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ പാടുന്ന പാട്ടുകളിൽ ഡാൻസ് കളിച്ച് ഹീറോസ് പണം സമ്പാദിക്കുന്നെന്ന്? സാർ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ശുദ്ധമായ സംഗീത കലാകാരന്മാർക്ക് നല്ല രീതിക്കുള്ള ഒരു കൺസിഡറേഷൻ കിട്ടണം. നമ്മുടെ നാട്ടിലുള്ള ഈ ഓഡിയൻസ്, രജത് സർ, ഞാൻ എന്താ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് കിട്ടുമോ? അതായത് പുറത്തു നിന്നുള്ള ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ കിട്ടുന്നത് പോലെ. അപ്പം ഞാൻ പറയും, അതായത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി ഇന്ത്യൻസ് തന്നെ ഉണ്ടാവാറുണ്ട്. ചില പഞ്ചാബികൾ ഉണ്ടാവും, ചില ഗുജറാത്തീസ് ഉണ്ടാവും, മറാഠി പീപ്പിൾ ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും മിക്സ്ഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതായത് വിദേശികൾ ഒരിക്കലും അവിടെ അധികം ഉണ്ടാവാറില്ല. പക്ഷേ വിദേശി ആർട്ടിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ആളുകൾ ബ്ലാക്കിലൊക്കെ ടിക്കറ്റ് വാങ്ങി വളരെയേറെ കഷ്ടപ്പെട്ട് അവരെയൊക്കെ കാണാൻ വേണ്ടി പോകും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംഗീത കലാകാരന്മാർക്ക് ഇവിടെയും അതിനനുസരിച്ചുള്ള ഒരു അംഗീകാരം കിട്ടണം. അവരെ സമൂഹം കൂടുതൽ വിലമതിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഓഡിയൻസിനെയൊക്കെ നിങ്ങൾ നോക്കിക്കേ, എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു മാറ്റം വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അതായത് ഒരു ആക്ടർ ഒരു പടത്തിൽ അഭിനയിക്കുന്നു, അയാൾ ഒരു പാട്ടുകാരൻ പാടിയ പാട്ടിന് വേണ്ടി ഡാൻസ് കളിക്കുന്നു. വേറെ ആരോ എഴുതിയ പാട്ട്, കമ്പോസ് ചെയ്തതും വേറെ ആരോ, പാടിയത് വേറെ ആരോ. ആക്ടർ വെറുതെ വായ അനക്കുക മാത്രം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത്, അതായത് ചുണ്ടു മാത്രം അനക്കിക്കൊണ്ട് ശരീരവും കുറച്ച് അനക്കി കോടിക്കണക്കിന് പൈസ വാങ്ങിപ്പോവും. സോ നമ്മുടെയൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണ ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരാണ് അവർക്ക് ഈ കോടികളൊക്കെ നൽകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ഓഡിയൻസ്, നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, തിരുത്താൻ തയ്യാറാവണം. കള്ളം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ സത്യത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ കൈലാഷൻ നൽകിയേക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സയ്യാൻ എന്ന പാട്ട് പാടാം. सैया सैया बन के माला प्रेम की तेरे तन पे झर झर जाऊं मैं बैठूं नैया प्रीत की संसार से तर जाऊं मैं तेरे प्यार से तर जाऊं सैया सैया